കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിനെതിരെയുള്ള വൻ ജനരോക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുന്നത്തൂർ മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ വൻ രാഷ്ട്രീയ മാറ്റമുണ്ടാകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടും. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. വിലക്കയറ്റം മൂലം ജനജീവിതം ദുസ്സഹമായി. അഴിമതി നടത്തി സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ കട്ടിളപ്പടിയും അടിച്ചുമാറ്റി. കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മകരവിളക്കിന് മുമ്പ് അയ്യപ്പന്റെ വിഗ്രഹവും ഇവർ അടിച്ചുമാറ്റിയേനെ. ഇവർക്ക് അയ്യപ്പൻ കൊടുത്ത ശിക്ഷയാണ് പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് സാക്ഷാൽ അയ്യപ്പനെ തന്നെ അവർ അടിച്ചു മാറ്റുമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. കോടതി ഇടപെട്ട ശില്പം അയ്യപ്പ വിഗ്രഹം മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനെ വെച്ചത്. ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പ കോപം എന്ന് പറയുന്നത് ചെറുത്. അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോടതി പിടിച്ചു. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കയ്യാമം വെച്ച് ജയിലിൽ കിടക്കുകയാണ്. യോഗത്തിൽ വേണുഗോപാലക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, PS അനുതാജ്, R ചന്ദ്രശേഖരൻ, S ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.